രാവിലെ എണീറ്റിട്ട് പുറത്ത് പോകാൻ നിൽക്കുകയാണല്ലോ. ഹലോ, ഹായ്. എല്ലാവരും ഇരിക്കുകയാണെന്ന് വിചാരിക്കാം കേട്ടോ. ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ ഭയങ്കര ചടായിട്ട് ഇരിക്കുന്നവരും ഉണ്ടാവും. ഞങ്ങൾ ഇന്നൊരു നല്ല ദിവസമായി തോന്നിയ കാരണം ഞാനും കുഞ്ഞുട്ടും കൂടി ഔട്ടിങ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാം. ജസ്റ്റ് അല്ല, മിക്ക ദിവസവും ഞങ്ങളുടെ പരിപാടിയാണ് കേട്ടോ. അത് എണീച്ച വഴിക്ക് തന്നെ ഒന്ന് പുറമെ പോയി ചുറ്റി കാണല്. കുഞ്ഞുകുട്ടി വന്ന വഴിക്ക് തന്നെ എണീച്ച് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞൂസിനാണെങ്കിൽ അവൾക്ക് ദിവസം കാണാൻ അവളുടെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കാണണം ഭയങ്കര ഒരു ഇതാണ്. അവർ എണീച്ച വഴിക്ക് തന്നെ അവളെ കൊണ്ടുപോയി കാണിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. വേണ്ട കുറച്ച് പശുക്കളും മയിലുകളും കൊറ്റികളും ഒക്കെ നന്നായിട്ട് കാണാം. അതൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ട് വളരെ വളരെ ഭാഗമായിട്ട് കുഞ്ഞുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കൊരു സന്തോഷം. കാരണം ഇതൊന്നും ആസ്വദിക്കാനും കാണാനും പറ്റാത്ത ഇന്നത്തെ ജനറേഷൻ ഇഷ്ടം പോലെ പേരുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മളത് അവർക്ക് അനുഭവിച്ചറിയാനുള്ളൊരു ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഒരു ബാല്യം എന്ന് പറയുന്നത് ആകെ പ്രശ്നം. കഥകളിലും അല്ലെങ്കിൽ നമ്മൾ ഈ ബുക്കിലൊക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതാണ് മെയിൻ. കുറച്ച് നേരം പിന്നെ അവിടെ നിന്നപ്പോൾ നമ്മുടെ സ്വഭാവമൊക്കെ മാറി തുടങ്ങി. ഞങ്ങൾക്ക് പിന്നെ വെള്ളത്തിൽ കളിക്കണമെന്നായി. പിന്നെ തൊട്ടടുത്തുള്ള തോട് അതൊക്കെ ഒന്ന് ഞങ്ങൾക്ക് കയ്യും കാലിട്ടൊക്കെ ഒന്ന് അടിച്ച് കളിച്ചാലാണ് സമാധാനമുള്ളൂ. പിന്നെ പാടത്ത് കൂടെ ഒന്ന് ഇറങ്ങി നടക്കണം. കുഞ്ഞു വെള്ളം പോകുന്ന ഭാഗമൊക്കെ ഉണ്ട്, അവിടെ പോയി കുറച്ച് നേരം കളിക്കണം. ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ദിവസം മഴ ഉണ്ടെങ്കിലും വേണ്ടില്ല, വെയിലുണ്ടെങ്കിലും വേണ്ടില്ല, ഞങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെ പോകണം, കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം. അത് മസ്റ്റാണ്. അവസാനം കുഞ്ഞുട്ടി ഇറങ്ങിയിട്ടാ അവിടെ നിന്നു. അവൾക്ക് അധികം കൊണ്ടൊന്നുമില്ലാത്ത ഭാഗമായതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ കുറച്ച് നേരം നിൽക്കാനും നോക്കാനും. മീൻകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നോക്കിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൊറ്റികളും മയിലൊക്കെ പോണ് കണ്ടു കഴിഞ്ഞാലും അവരുടെ സംസാരിക്കുക അതൊക്കെ ഭയങ്കര സമയം അവിടെ നിന്നൂട്ടാ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സമയം ഒരു 8 മണി 8:30 എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടാവാനുള്ള തീരുമാനങ്ങളിലേക്ക് ഇങ്ങനെ നിന്നു. പിന്നെ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് അവസാനം വെള്ളത്തിനോടും ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് റിട്ടേൺ പോരുന്ന പോക്കാണ് കേട്ടോ അത്. അമ്മ